ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടിടങ്ങളിലെ ഫലത്തിനായിട്ടായിരിക്കും ഏറെ പേരും കാത്തിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്തെയും തൃശ്ശൂരിൻ്റെയും ഫലങ്ങൾ ഏത് തരത്തിലായിരിക്കും വരുന്നത്? പലരുടെയും പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത്. ഏതാനും ചിലർ മാത്രമാണ് സുരേഷ് ഗോപിയുടെ വിജയം മുൻപേ കണ്ടിരുന്നത്. ബാക്കി പലരും ദയനീയമായ പരാജയമായിരിക്കും BJPക്ക് സംഭവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് എത്ര പ്രഡിക്ഷൻ ഉണ്ടായാൽ പോലും അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. പക്ഷേ ഇക്കുറി നമുക്കറിയാം, തരൂര് വെള്ളം കുടിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ ഒരു മാസത്തിന് മുമ്പേ ഇറങ്ങിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് BJP വളരെ സുരക്ഷിതമായിട്ട് വിജയിച്ചു വന്നേനെ. എന്തായാലും അതിന് മാറ്റമുണ്ടാകും എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഫലം കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഫലം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ്. BJP വലിയ മുന്നേറ്റം കുറിക്കാൻ സാധ്യതയുള്ള 2 ജില്ലകളാണിത്. അതിനോടൊപ്പം മറ്റു ജില്ലകളുമുണ്ട്, ആലപ്പുഴയുമുണ്ട്. പക്ഷേ ഇവിടെ കോർപ്പറേഷനിലാണ് ഏറ്റവും അധികം ഉന്നം വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാം, കൈയെത്തുന്ന ദൂരത്ത് നിൽക്കുകയാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 70 വാർഡുകളിൽ, ഇപ്പോൾ 101 വാർഡുകളാണുള്ളത്, 70 വാർഡുകളിൽ BJP 1-ാം സ്ഥാനത്തെത്തി. അത് BJPക്ക് ഈ വാർഡ് തല മത്സരത്തിലും സ്വന്തമാക്കാൻ കഴിയും എന്നാണുള്ള കണക്കുകൂട്ടൽ. അത് നമുക്ക് എന്തായാലും മുൻകാലങ്ങളിലൊക്കെ പറയും, തദ്ദേശത്തിൻ്റെ പാറ്റേൺ വേറെ രീതിയിൽ, നിയമസഭ മറ്റൊന്ന്, ലോക്സഭ മറ്റൊന്ന് എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. കാരണം വാർഡ് തലത്തിലുള്ള മത്സരങ്ങളിൽ പോലും ഒരു സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ജനറൽ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിലനിൽക്കുമ്പോൾ അത് നന്നായി മുതലെടുക്കാൻ കഴിയും എന്നാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാരെ വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കിയത്. അതിന് എത്ര കണ്ട് വിജയത്തിലെത്തുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ അവർക്ക് 10 സീറ്റുകൾ മാത്രമാണ്. മുന്നേ സ്ഥാനാർത്ഥികളെ ഇറക്കി പ്രചാരണ രംഗത്ത് ശക്തമായി നിൽക്കുന്നു. കെ മുരളീധരൻ നയിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് മാനം രക്ഷിക്കാൻ കഴിയും. ഒന്നുകിൽ 10 സീറ്റ് കൂടും, ഒരു 15 സീറ്റ് വരെ പോകാം. അതുകൊണ്ട് മാനം രക്ഷിക്കാം. കാരണം 2020 10 സീറ്റിലല്ലേ നിന്നത്. 25-എത്തുമ്പോൾ 5 സീറ്റുകൂടെ വർധനമുണ്ടായി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ നേട്ടം തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂരിലെ കാര്യത്തിലേക്ക് വന്നാൽ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമായിട്ടാണ് പലരും അവിടെ കാണുന്നത് BJPയുടെ വിജയത്തെ. BJP എന്ന പാർട്ടിക്കുണ്ടായ വിജയമല്ല, മറിച്ച് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ആ ഇമേജിനുണ്ടായ വോട്ടായിട്ടാണ് പലരും കാണുന്നത്. അത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കാരുടെ ശ്രമം. കാരണം നിലവിൽ കോർപ്പറേഷനിലെ കക്ഷിനില എന്ന് പറയുന്നത് ആകെ 55 സീറ്റാണുള്ളത്. അത് LDF 24, UDF 24 തുല്യ ശക്തികളായിട്ട് നിൽക്കുകയാണ്. BJP 6 പേരാണ്, സ്വതന്ത്രൻ 1 ആ സ്വതന്ത്രന് വളരെ നിർണായക ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. അവിടുത്തെ മേയർ നമുക്കറിയാം, നമ്മൾ കണ്ടതും കേട്ടതുമാണ്. സുരേഷ് ഗോപിയെ വാനോളം വാഴ്ത്തുന്നു, സുരേഷ് ഗോപിയുടെ പ്രവർത്തന രീതികളെ വാഴ്ത്തുന്നു. അതുകൊണ്ട് നമ്മൾ തീർച്ചപ്പെടുത്തി തൃശ്ശൂരിലെ മേയർ BJPയിലേക്ക് പോകും എന്നുള്ളത്. ഏതാണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കും ആ മേയർ സ്ഥാനാർത്ഥി, ആ മേയർ മത്സരിക്കാൻ പോകുന്നത് എന്ന് വരെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. കാരണം സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം ക്രൈസ്തവരുടെ ഇടയിലും
ഒക്കെ തന്നെ വലിയ ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വോട്ടാക്കി മാറ്റാം. കൂടാതെ നഗരവികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റും തേക്കിൻകാട് മൈതാനവും ഇതൊക്കെ തൃശ്ശൂരിൻ്റെ മുഖമുദ്രയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്, തൃശ്ശൂർ പുലികളിക്ക് ഇതിനൊക്കെ പ്രത്യേക ഫണ്ട് തന്നെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് 55 സീറ്റുള്ള തൃശ്ശൂർ കോർപ്പറേഷനിൽ 6 സീറ്റിലിരിക്കുന്ന BJP ഭരണം പിടിക്കാൻ കഴിയും എന്ന് പറയുന്നത്. അവിടുത്തെ നമ്മളെ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിന് നോക്കിയാൽ ബ്ലോക്ക് പഞ്ചായത്ത് 16 അതിൽ LDF 13 സീറ്റുകളാണുള്ളത്. LDF 13 ഇടങ്ങളിൽ, UDF വെറും 3 ഇടങ്ങളിലാണ്. ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ 86 എണ്ണമുണ്ട്. LDF 69 ഇടങ്ങളിലാണ്. UDF 16ഉം BJP 1ഉമാണുള്ളത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 29 സീറ്റുണ്ട്. 29 സീറ്റിൽ LDF 24 സീറ്റും UDF 5 സീറ്റുമാണുള്ളത്. മുനിസിപ്പാലിറ്റികൾ 7 ഇതിൽ LDF 5, UDF 2 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നായിരിക്കും പലരുടെയും ചിന്ത. പക്ഷെ BJPക്ക് താഴെ തട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RSS ഒക്കെ വളരെ ശക്തമായി ഇടപെടൽ നടത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെയും ഒരു അഭിമാന പോരാട്ടമാണ്. കാരണം 2024 തനിക്ക് കിട്ടിയ വിജയം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഇവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിയും. അതുപോലെ തന്നെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൂടെ പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു 4 സീറ്റെങ്കിലും നിയമസഭയിൽ എത്തിക്കാനുള്ള നോട്ടവുമാണ് BJP വെച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP മുന്നിൽ നിന്നത്. ഗുരുവായൂരിൽ മാത്രമാണ് BJP പിറകിലേക്ക് പോയത്. അതുകൊണ്ട് 4 ഇടങ്ങളെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്തും. തിരുവനന്തപുരത്ത് BJP 4 നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള കണക്കുകൂട്ടലാണുള്ളത്. പിന്നെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ അമിത പ്രതീക്ഷ BJP നിലനിർത്തുന്നുണ്ട്. കാരണം BJPക്ക് പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 70 ഇടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു വാർഡ് തലത്തിൽ. അപ്പോൾ ഇത് ഒരു അനുകൂല ഘടകമായിട്ട് BJP കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിലൂടെ വലിയ അട്ടിമറി തന്നെ ഉണ്ടാവുകയും ചെയ്യും.